കേരളത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ വിജിൽ മോഹൻ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി, പ്രമുഖ വാഗ്മിയും മാധ്യമ ചർച്ചകളിലെല്ലാം തന്നെ ഇന്ന് കോൺഗ്രസിന്റെ അഭിമാനകരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ശ്രീ സന്ദീപ് വാര്യർ, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ കുറേയേറെ കാലമായി കേരളത്തിന്റെ സംഘടനാ ചുമതല നിർവഹിക്കുകയും ഷുഹൈബ് കൊല്ലപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ ശ്രാവൺ റാവു, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ, മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും KPCCയുടെ മെമ്പറുമായ പ്രിയപ്പെട്ട ശ്രീ റിജിൽ മാക്കുറ്റി, ഏറെ പ്രിയങ്കരനായ ഷുഹൈബിന്റെ ഉപ്പ, ഇന്ന് ഞങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരുടെയും പിതൃസ്ഥാനത്തുള്ള പ്രിയങ്കരനായ മുഹമ്മദ് അക്ക, ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റു ഭാരവാഹികൾ ശ്രീ അബ്ദുൽ റഷീദ് VP, ശ്രീമതി നിമിഷ രഘുനാഥ്, ശ്രീ രാഹുൽ വെച്ചിയോട്ട്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഷമ്മാസ്, പ്രിയപ്പെട്ട ശ്രീ സുധീഷ് കടന്നപ്പള്ളി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീമതി മഹിത മോഹൻ, ശ്രീ രാഹുൽ, ശ്രീ ഫർസീൻ മജീദ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട ശ്രീ റിൻസുമാനുകൾ ഉൾപ്പെടെ ഈ റാലിക്കും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സഹപ്രവർത്തകർ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ ശ്രീ മുഹസിൻ കാദിയോട്, ശ്രീ റോബർട്ട് വെള്ളാമള്ളി ഉൾപ്പെടെയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ബ്ലാത്തൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ, ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യരും ആദരണീയരുമായ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ജനക്കൂട്ടം തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയത് ഷുഹൈബിനെ കൊലപ്പെടുത്തിയാൽ അതോടുകൂടി ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതാകുമെന്നുള്ളതാണെങ്കിൽ, ഒരു ഷുഹൈബിനെ കൊലപ്പെടുത്തിയപ്പോൾ 1000 കണ്ടങ്ങൾ എന്ന് ഷുഹൈബ് വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്നതായ ഒരു സാഹചര്യമുണ്ടായി. ഒരു ഷുഹൈബിനെ കൊലപ്പെടുത്തിയപ്പോൾ 1000 കരങ്ങൾ ഈ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരായി കടന്നു വരും. ഒരു ഷുഹൈബിനെ നിങ്ങൾ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോഴും അവന്റെ കാല് നിങ്ങൾ കൊത്തിയെറിയുമ്പോഴും 1000 കാലുകൾ ഈ മണ്ണിൽ ഉറച്ച കാൽവെപ്പോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. മരണപ്പെട്ട ഒരു ഷുഹൈബിന് പകരം ആയിരക്കണക്കിന് ഷുഹൈബുമാർ പുനർജനിച്ച ഒരു ദിനത്തിലാണ് പ്രിയമുള്ളവരെ ഇന്നിവിടെ ഈ ഷുഹൈബ് അനുസ്മരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ഷുഹൈബ് അനുസ്മരണ റാലിക്ക് വേണ്ടി ഈ മണ്ണിലേക്ക് കടന്നു വന്നത് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇന്നൊരു പൊതുപണിമുടക്ക് ദിനമാണ്, കടന്നു വരാൻ ഏറെ പ്രയാസമുള്ളൊരു ദിനമാണ്. എന്നിട്ട് പോലും ആ പൊതുപണിമുടക്ക് ദിനത്തിൽ പോലും ഈ പരിപാടി മാറ്റിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും, എത്രയൊക്കെ പ്രയാസപ്പെട്ടാണെങ്കിലും ഈ പഴയങ്ങാടിയിൽ ഷുഹൈബിന്റെ അനുസ്മരണ യോഗം നടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും അവിടേക്ക് കടന്നു വരേണ്ടത് തന്റെ ഉത്തരവാദിത്വ ബോധമാണ് എന്ന് തിരിച്ചറിയുന്നതും ഓരോ രക്തസാക്ഷിത്വങ്ങളും ഈ പ്രസ്ഥാനം വിലമതിക്കുന്നതുകൊണ്ടാണ്. രക്തസാക്ഷിത്വങ്ങൾ വിലമതിക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല. ഓരോ രക്തസാക്ഷിയും അവന്റെ ജീവിതം കൊണ്ട്, പൊതുപ്രവർത്തനത്തെയും നിലപാടുകൾ കൊണ്ട്, രാഷ്ട്രീയത്തെയും അവന്റെ രക്തം കൊണ്ട്, അവന്റെ നിലപാടുകളെയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് മരണമടയുന്നത്. ഓരോ രക്തസാക്ഷിയും നമ്മളെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ്. നമ്മളൊരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ ആനന്ദിക്കുന്ന സമൂഹത്തിൽപ്പെടുന്ന ആളുകളല്ല. ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ അതൊരു സുവർണാവസരമായി കണക്കാക്കി അതിൽ അഭിലാഷം, ആനന്ദം കണ്ടെത്തുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ മണ്ണിൽ ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വിങ്ങുന്ന മനസ്സോടുകൂടിയാണ് ആ രക്തസാക്ഷിത്വത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. ഷുഹൈബ് കൊല്ലപ്പെടുമ്പോഴും ശരത്ലാലും കൃപേഷും ഒക്കെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ, ഒരു വർഷക്കാലത്തിനപ്പുറം ഷുഹൈബ് അനുസ്മരണത്തിന് ശേഷമുള്ള ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ശരത്ലാലും കൃപേഷും എല്ലാം കൊല്ലപ്പെടുമ്പോഴൊക്കെ തന്നെ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ, നമ്മുടെ എല്ലാം മനസ്സുകൾ, നമ്മുടെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വേദനയോടുകൂടി തന്നെയാണ് അതിനെ ഏറ്റെടുത്തത്. നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ്
ഇടറുന്ന കണ്ടത്തോടുകൂടിയാണ്, വേദനിക്കുന്ന മനസ്സോടുകൂടിയാണ് നമ്മൾ ആ രക്തസാക്ഷിത്വങ്ങളെ ഏറ്റെടുത്തത്. നമ്മൾ ആഗ്രഹിച്ച ഒരു രക്തസാക്ഷിത്വമല്ല. ഈ പ്രസ്ഥാനത്തിന്റെ കൊടിപിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനും മരണമടയണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ കൊടിപിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ വേദനിക്കുന്ന മനസ്സോടുകൂടി കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും. കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അത്തരത്തിലൊന്നാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എതിരാളികളുടെ കഴുത്തിൽ കടാര വെക്കുന്നതല്ല. സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവന്റെ രക്തം വീണി മണ്ണ് ചുവക്കുമ്പോ അതിൽ ആനന്ദം കണ്ടെത്തുന്നതല്ല. നോക്കൂ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഒഴിഞ്ഞു വീഴുന്ന ഓരോ ഇലകളും നമ്മളെ സംബന്ധിച്ച് വേദന ഉളവാക്കുന്നതാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. ഈ പ്രസ്ഥാനത്തിന്റെ കരുത്താണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ മരണമടയുന്ന ദിനങ്ങളിൽ, അവർ കൊല്ലപ്പെട്ട ദിനങ്ങളിൽ അവരുടെ ആ രക്തസാക്ഷിത്വത്തെ ധീരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്ന രീതിയിലുള്ള പരിപാടികളും സംഘടനാ പരിപാടികളുമായി നമ്മൾ ഇതുപോലെ കടന്നു വരുന്നത്. നോക്കൂ, ഇന്നിവിടെ ഒരു രക്തസാക്ഷിത്വ ദിനത്തിൽ, ഈ ദിനത്തിൽ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നേരത്തെ പ്രസംഗിച്ച അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങകലെ കടന്നു പോയാൽ മതിയല്ലോ ഈ സമീപ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു രക്തസാക്ഷിത്വ ദിനത്തിൽ മറ്റൊരു രക്തസാക്ഷിയുടെ മണ്ണിലേക്ക്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ധനരാജന്റെ മണ്ണിലേക്ക്. ധനരാജന്റെ രക്തസാക്ഷിത്വം ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നതുകൊണ്ട് ധനരാജന്റെ രക്തസാക്ഷിത്വം ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നത് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന കുഞ്ഞികൃഷ്ണൻ തന്നെ നടത്തിയ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ്. ആ വെളിപ്പെടുത്തൽ പറയുന്നത് എന്താ? ആ വെളിപ്പെടുത്തൽ പറയുന്നത് ധനരാജ രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായി സമാഹരിച്ച പണം പയ്യന്നൂർ MLA TI മധുസൂദനൻ അപഹരിച്ചു എന്നുള്ളതാണ്. നോക്കൂ, അവരുടെ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ആ പ്രസ്ഥാനം പിരിച്ചെടുത്ത പണമാണ്. ആ പ്രസ്ഥാനത്തിന്റെ തന്നെ നേതാവായ ഒരു MLA ആണ് അത് അപഹരിച്ചിട്ടുള്ളത്. അത് അവരുടെ കാര്യമല്ലേ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ചില CPM-കാരെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടേതാണ് രക്തസാക്ഷി, ഞങ്ങളുടേതാണ് പാർട്ടി, ഞങ്ങളുടേതാണ് പ്രവർത്തകർ, ഞങ്ങളുടെ രക്തസാക്ഷിക്ക് വേണ്ടി ഞങ്ങൾ പിരിച്ച പണം ഞങ്ങളുടെ നേതാക്കന്മാർ അടിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന ചില CPM-ന്റെ നേതാക്കന്മാരുമുണ്ട്. ആ രക്തസാക്ഷിത്വ പണം അപഹരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ആ രക്തസാക്ഷിത്വത്തിന്റെ പണം അപഹരിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന മധുസൂദനന് സിന്ദാബാദ് വിളിക്കുന്ന DYFI-കാരനും ഈ മണ്ണിലുണ്ട്. അവരോടൊക്കെ പറയട്ടെ, നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷിത്വങ്ങൾ അനശ്വരമായി തന്നെ നിലനിൽക്കേണ്ടതാണ്. ആ രക്തസാക്ഷിത്വങ്ങൾ ബഹുമാനത്തോടു കൂടി ആദരിക്കേണ്ടതാണ്. ആ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന പണം അവന്റെ കുടുംബത്തിനായിട്ടാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ അവന്റെ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെയും ചോദിക്കുന്നു, എന്താണ് യൂത്ത് കോൺഗ്രസിന് അതിനകത്തൊരു തർക്കമുണ്ട്. കാരണം ഈ പിരിച്ചെടുക്കുന്ന പണത്തിൽ നിന്ന് 1,05,00,000 രൂപ പിരിച്ചെടുത്തു എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായി ഭവന നിർമ്മാണത്തിന് വേണ്ടി കുറച്ച് പണം ചെലവഴിച്ചു എന്ന് പറയുന്നു. കടബാധ്യത തീർക്കാൻ വേണ്ടി ബാക്കിയും കുറച്ച് പണം ചെലവഴിച്ചു എന്ന് പറയുന്നു. ബാക്കി പണം എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത്? ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ CPM ആനന്ദിക്കുന്നത് കൊണ്ട്, രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ CPM ആനന്ദിക്കുന്നത് ആ രക്തസാക്ഷിയുടെ പേരിൽ പിടിച്ചെടുക്കുന്ന പണം കൊണ്ട് വേണം മറ്റ് കേസുകളിൽ കൊലയാളികളായി നിൽക്കുന്ന കൊലയാളികളെ സംരക്ഷിക്കാനായിട്ടാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പണത്തിന്റെ കണക്ക് നിങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ പണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കൊടിസുനിമാരെയും കിർമാണി മനോജുമാരെയും തീറ്റിപ്പോറ്റുന്നതെന്ന് വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇതിന്റെ കണക്ക് നിങ്ങൾ പറയണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു സംശയവും വേണ്ട. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ സംരക്ഷണം ഒരുക്കുന്ന ഈ സർക്കാരിന് ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്ന, അക്രമങ്ങൾ നടത്തുന്ന, അങ്ങനെ കൊലപാതകത്തിന്റെയും അക്രമത്തിന്റെയും പേരിൽ വിലസുന്ന ഗുണ്ടകൾക്ക് വേണ്ടി പണം പിരിച്ചെടുത്ത് അവരെ തീറ്റിപ്പോറ്റുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി പോകുന്നത് ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഈ മണ്ണിൽ കടന്നു വരും. കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ധനരാജന്റെ മാത്രമല്ല, ഈ നിലകളിൽ ഓരോ രക്തസാക്ഷിയുടെ പേരിലും നിങ്ങൾ പിരിച്ചെടുത്ത പണം, ആ പണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? നിങ്ങൾ അത് കൊലയാളികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുഹൈബും ശരത്ലാലും കൃപേഷും പോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിപിടിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചെറുപ്പക്കാരന്റെ കഴുത്തിൽ മഴുവച്ചവന്റെ അവർക്ക് വേണ്ടിയിട്ടാണ് ആ പണം വിനിയോഗിച്ചിട്ടുള്ളതെങ്കിൽ ആ രക്തസാക്ഷിത്വ ഫണ്ടിന്റെ കണക്ക് ഈ മണ്ണിൽ നിങ്ങളെ കൊണ്ട് ജനകീയമായ വിചാരണ നടത്തി യൂത്ത് കോൺഗ്രസ് പറയിപ്പിക്കുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പണം പിരിച്ചെടുത്ത്, പണം അപഹരിച്ച്, ആ പണം ഉപയോഗിച്ച് ഈ മണ്ണിൽ കൊലപാതകം നടത്തിയ, അക്രമം നടത്തിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ആ പണം ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനകീയമായ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ട വസ്തുതയാണ്. ഇവിടെ
ടി.ഐ. മധുസൂദനന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മധുസൂദന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമ്പോൾ, കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമ്പോൾ അന്നും കണ്ടു സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് ചില വാക്കുകൾ. എന്തിനാണ് മധുസൂദന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത്? മധുസൂദൻ ഞങ്ങളുടെ MLA ആണ്, ധനരാജ് ഞങ്ങളുടെ രക്തസാക്ഷിയാണ്, പണം ഞങ്ങളുടേതാണ് എന്നൊക്കെ പറയുന്ന ചില വാർത്തകൾ കണ്ടു. നോക്കൂ, പയ്യന്നൂർ MLA സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് പോലും അപഹരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് പ്രതിഷേധാർഹമല്ലേ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അങ്ങനെ പണാപഹരണം നടത്തുന്ന ഒരു കള്ളനാണ് എന്ന് ആ പാർട്ടിയുടെ തന്നെ ഉന്നതമായ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, രക്തസാക്ഷിയുടെ ഫണ്ട് പോലും അപഹരിക്കുന്നവനാണ് MLA എങ്കിൽ മറ്റെല്ലാ കാര്യത്തിലും ഇതേ സമാനമായ മാനസികാവസ്ഥയോട് കൂടിയിട്ടല്ലേ അയാൾ പെരുമാറിയിട്ടുണ്ടാവുക? അപ്പോൾ അവിടേക്ക് മാർച്ച് നടത്തണ്ടേ? അവിടേക്ക് മാർച്ച് നടത്തുന്ന, പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കടന്നു വന്ന ഡിവൈഎഫ്ഐക്കാരെ വിളിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന്. നിങ്ങൾ ഏത് രക്തസാക്ഷികൾക്കാണ് മുദ്രാവാക്യം വിളിക്കുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്നലകളിൽ രക്തസാക്ഷിയുടെ രക്തം വീണ് ചുവന്ന മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത് എന്ന് ഇന്നലകളിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ രക്തസാക്ഷിയുടെ രക്തം വീണ് ചുവന്ന മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോ നിന്റെയൊക്കെ കാലിൽ ആ രക്തത്തിന്റെ നനവ് പടരുന്നില്ല എങ്കിൽ, ആ രക്തത്തിന്റെ നനവ് നിന്റെയൊക്കെ കാലിൽ തൊടുമ്പോ നിന്റെയൊക്കെ മനസ്സിൽ, ഹൃദയത്തിൽ ആ പണം പോലും അപഹരിച്ചവനോടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നില്ല എങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് ഡിവൈഎഫ്ഐക്കാരാ ഒന്ന് പുറന്തടവി നോക്കണം. നിന്റെയൊക്കെ നട്ടല് അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ആർജവമുണ്ടെങ്കിൽ പറയണം. മധുസൂദനനോട് ചോദിക്കണം, എന്തിനാണ് നിങ്ങൾ ആ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പണം അപഹരിച്ചതെന്ന് ചോദിക്കാനുള്ള ആർജവം കേരളത്തിലെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഷുഹൈബ് അനുസ്മരണ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇവിടെ ആ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ ആരംഭിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് കേസുമായി ബന്ധപ്പെട്ട വിചാരണയാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. നിരന്തരമായ കോടതി വ്യവഹാരങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തി. ഷുഹൈബിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ആ കുടുംബം തന്നെ ഹൈക്കോടതിയിലേക്ക് കടന്നുപോയി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. CBI അന്വേഷണം നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഫീസ് വാങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാരെ കൊണ്ടുവന്ന് ആ കേസിനെതിരെ വാദിക്കുന്ന സാഹചര്യമുണ്ടായി. നിങ്ങളറിയോ, 96 ലക്ഷം രൂപയാണ് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഷുഹൈബിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും കടന്നു പോകുമ്പോൾ അതിനെതിരെ കേസ് നടത്താൻ വേണ്ടി ഈ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചത് ആരുടെ പണമാണ്? നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണമാണ്. ഇരിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള നികുതി പണമാണ്. ഇവിടെ കൂടിയിട്ടുള്ള ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസ് പ്രവർത്തകനും കൊടുത്തിട്ടുള്ള നികുതി പണമാണ്. അത് പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ചിട്ടല്ല ആ കേസ് നിങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. എത്രയൊക്കെ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ഈ കേസുകളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു കാര്യം വളരെ സുവ്യക്തമായി തന്നെ യൂത്ത് കോൺഗ്രസ് ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2026 ഈ സംസ്ഥാനത്തിനകത്ത് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തിനകത്ത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കണ്ടം വഴി ഇറങ്ങിയോടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആരായിരിക്കും അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കൈ ഉയർത്തുന്ന MLA-മാരുടെ കൂട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നുൾപ്പെടെ ഇവിടെ നിന്നുൾപ്പെടെ ഭൂരിപക്ഷം MLA-മാരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിജയിച്ച നിയമസഭയ്ക്കകത്തുണ്ടാകും. അവിടെ ഒരു ഗദർധാരിയായ കോൺഗ്രസുകാരനായ ഈ മൂവർണ്ണ കൊടി പിടിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരിക്കും. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി യൂത്ത് കോൺഗ്രസ് ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്രയൊക്കെ ഈ കേസുകളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചാലും, നിങ്ങൾ ഈ കേസിന്റെ വിചാരണയെ എത്രയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചാലും, ഈ നിലകളിൽ 96 ലക്ഷം രൂപയിലധികം വരുന്ന പണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും അട്ടിമറിക്കാനും കേസുമായി ബന്ധപ്പെട്ട വിചാരണ അട്ടിമറിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ സത്യം തെളിയുന്നത് വരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. നിങ്ങളെ കൊണ്ട് ഈ കേസിന് മറുപടി പറയേക്കും. നിങ്ങൾക്ക് കഴിമരം വാങ്ങിത്തരുന്നത് വരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് വരാനിരിക്കുന്ന കാലങ്ങളിൽ നമ്മൾ ഉണ്ടാകും. അധികാരത്തിന്റെ ഇടനാഴികളിൽ എല്ലാ കാലഘട്ടത്തിലും ഷുഹൈബിന്റെ കൊലപാതകൾക്കും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകൾക്കുമൊക്കെ ഇങ്ങനെ വിഹരിക്കാനുള്ള അവസരവും സാഹചര്യവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം
ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തുന്ന ക്രിമിനലുകളായ ആളുകളുടെ മാനസികാവസ്ഥയെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കേസുകളിലെ കിടക്കും വരുന്ന ക്രിമിനലുകളായ ഈ പ്രതികളെ ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് നിരന്തരമായി പരോൾ കൊടുത്തുകൊണ്ട് പുറത്തുവിടാൻ വേണ്ടി തയ്യാറാകുന്നത്. ആ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന പരോളിൽ പുറത്തു വരുന്ന പ്രതികൾ ഈ സമൂഹത്തിൽ വീണ്ടും കിടന്ന് വീണ്ടും പലതരത്തിലായ കേസുകൾ ഉണ്ടാക്കുമ്പോഴും അവരൊക്കെ സംരക്ഷിക്കപ്പെടുകയാണ്. ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനത്തിനകത്ത് സാധ്യമായ ഒരു കാര്യമാണോ? ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനത്തിനകത്ത് ചെയ്യേണ്ടതായ ഒരു കാര്യമാണോ? അപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആരെയാണ്? ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ, നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ക്രിമിനലുകളെയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയോടും പറയുന്നു, നിങ്ങൾ വഴിവിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും എല്ലാ ഇടപാടുകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഷുഹൈബിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അടക്കം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ, നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്ന ഈ കാലഘട്ടത്തിൽ, നിങ്ങൾ അധികാരം കൈയാളിയ ഈ 10 വർഷ കാലഘട്ടത്തിനിടയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, നിങ്ങൾ നടത്തിയിട്ടുള്ള കേസുകളുടെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആ ശ്രമങ്ങൾ, അതെല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ആ കേസിലെ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കും. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം, ഈ സംസ്ഥാനത്തിനകത്ത് സർക്കാർ ഭരണം മാറിയാൽ അധികം വൈകാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ജയിലറകൾക്കുള്ളിലേക്ക് കടന്നു പോകേണ്ടി വരുമെന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി അവിടെ കിടക്കുന്ന സമയത്താണ് അവിടെയുള്ള തടവ് പുള്ളികൾ പലപ്പോഴും പറയും, ഞങ്ങൾക്ക് കൂലി വളരെ കുറച്ചാണ്, 65 രൂപയാണ് ഞങ്ങൾക്ക് കൂലി. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കൂലി വർദ്ധിപ്പിച്ചു. ആർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച കൂലിയാണെന്ന് അറിയാമോ? 640 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ആർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച കൂലിയാണെന്ന് അറിയാമോ? അത് ഇന്ന് ചെങ്കൊടി പിടിച്ച് നടക്കുന്ന ഇന്നലകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കൊന്നൊടുക്കിയ ആ ക്രിമിനലുകൾ നാളെ ജയിലിൽ പോയി കിടക്കുമ്പോൾ കൊടുക്കാനുള്ള കൂലി വർധനവാണ്. ആ കൂലി മറ്റു ചില ആളുകൾക്കും കൂടി കൊടുക്കേണ്ടി വരും. ചില കേസുകളുടെയും ചില അഴിമതി കേസുകളുടെയും ഒക്കെ അന്വേഷണം കേരളത്തിനകത്ത് നടക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ചു തന്നെ പറയട്ടെ, അവിടെ SITയെ സ്വാധീനിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കാനും നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചാലും ആ കേസും ഈ മണ്ണിൽ തെളിയിക്കും. ആ കേസും തെളിയിക്കപ്പെടുമ്പോൾ വാസുവും പോറ്റിയും വാസുവും അടക്കമുള്ള പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ കൂട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനും കടന്നു വരും, വാസവനും കടന്നു വരും. ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് ജയിലിനകത്തേക്ക് കടന്നു വരും. 640 രൂപ കൂലി വാങ്ങാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാനും വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ അടിച്ചുമാറ്റിയ ആളുകളെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷയുടെ യാത്ര കടന്നുപോയത്. ഗോവിന്ദൻ മാഷ യാത്ര പോകുന്നവരെ KK രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞത് എന്താ? ഈ കണക്ക് ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. യാത്ര പോയി കഴിഞ്ഞപ്പോൾ പറയുന്നത് എന്താ? കണക്ക് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നല്ല പറഞ്ഞത്, ബഹുജനങ്ങളോട് പറയുമെന്നാ പറഞ്ഞത്. ബഹുജനം എന്ന് പറഞ്ഞാൽ പൊതുജനമല്ല, പൊതുജനം എന്ന് പറഞ്ഞാൽ ബഹുജനവുമല്ല. രാകേഷോട് ഞങ്ങൾ പറയുന്നു, ബഹുജനം എന്ന് പറഞ്ഞാൽ പൊതുജനമല്ല, പൊതുജനം എന്ന് പറഞ്ഞാൽ ബഹുജനമല്ല എന്നടക്കമുള്ള ഇത്തരത്തിലുള്ള വരട്ടു വാദങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന രാകേഷ് ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, പൊതുജനം ഒരു കഴുതയല്ല. നിങ്ങളുടെ ഈ തരത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ടിരിക്കേണ്ട ബാധ്യത കേരളത്തിലെ പൊതുസമൂഹത്തിനുമില്ല. നിങ്ങളൊരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണം പിരിച്ചത്. എന്നിട്ട് ആ പണം പിരിച്ചുകൊണ്ട് ആ രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിച്ചാൽ ഞങ്ങൾക്കാർക്കും പരാതിയില്ല. പക്ഷെ നിങ്ങൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് സഹായിച്ചത് കൊടും ക്രിമിനലുകളായ കൊടിസുനിമാരെയും കിർമാണി മനോജുമാരെയുമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിച്ചതെങ്കിൽ അതിനെതിരായ ശക്തമായ പ്രതിഷേധം ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വരും. ഇപ്പൊ പയ്യന്നൂരിൽ നിന്ന് വന്നില്ലേ കുഞ്ഞികൃഷ്ണൻ? കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശനം നടത്തിയപ്പോ എത്രയോ ആളുകൾ പയ്യന്നൂര് പോലെ ഈ ചെകറാത്ത നിങ്ങളുടെ പാർട്ടി കോട്ടയിൽ വന്നിരുന്നില്ലേ? ആ പയ്യന്നൂരിൽ ഇന്ന് അറിയോ, ഇന്നൊരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ അതിശയിച്ചു പോയി. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മതിലെഴുതുകയാണ്. ആ മതിലെഴുതാൻ പോലും ബംഗാളികളെ നിർത്തിക്കൊണ്ടെഴുതിക്കുകയാണ്. പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ പോലും, ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലും ഒരു ബ്രഷ് എടുത്ത് മതിലൊരു വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി പോലും കടന്നു വരുന്നില്ല. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വീട്ടിലിരിക്കുകയാണ്, ബംഗാളികളെ കൊണ്ടുവന്ന് മതിലെഴുതുകയാണ്. ഇന്നും മതിലെഴുതാൻ ആളില്ലാതെയായി, നാളെ കൊടി പിടിക്കാൻ ആളില്ലാതെയാകും, പിന്നെ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാനും ആളില്ലാണ്ടാകും, പിന്നെ ഈ പാർട്ടിയെ ഈ മണ്ണിൽ കാണാൻ പോലും ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. ഒരു തുടർഭരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രത്തോളം മലീമസമാക്കുമെന്നുള്ളതിന്റെ
ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ നിർത്തിയിരിക്കുന്ന ഈ സർക്കാർ. ഇതിനു മുമ്പ് 2 ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന് വെസ്റ്റ് ബംഗാളിലാണ്, മറ്റൊന്ന് ത്രിപുരയിലാണ്. ആ വെസ്റ്റ് ബംഗാളിൽ ഇന്ന് കോൺഗ്രസിന്റെ പുറകിലെ ഇന്ന് സഞ്ചരി വരികയാണ് CPM-കാരൻ. എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങൾ കരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ ചിഹ്നം പിടിക്കാൻ, ഈ കൊടിയൊന്ന് പിടിക്കാൻ കോൺഗ്രസിന്റെ കൈയിന്റെ സഹായം വാങ്ങിക്കൊണ്ടാണ്, ചോദിച്ചുകൊണ്ടാണ് ഇന്ന് വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾ ഞങ്ങളുടെ പുറകിലേക്ക് വരുന്നത്. ത്രിപുരയിൽ ഓർക്കുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ അന്നോടി കാട്ടിൽ കയറിയതാണ്. ഇന്ന് പോലും തിരിച്ചു വന്നിട്ടില്ല പല CPM-കാരും. ഇവിടെ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷിന്റെ യാത്ര വരുമ്പോ മറ്റൊരു വീഡിയോ കൂടി നമ്മൾ കണ്ടു. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോയി നിന്ന് കുറേയേറെ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകളെ വിളിച്ചു നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. സഖാവ് കടന്നു വരുമ്പോ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കണം. എങ്ങനെയാണ് മുദ്രാവാക്യം വിളിക്കേണ്ടത്, എന്ത് മുദ്രാവാക്യമാണ് വിളിക്കേണ്ടത്, എത്ര വട്ടമാണ് ഈ ഗുലാബ് വിളിക്കേണ്ടത് എന്നതടക്കം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ പാർട്ടിയുടെ കെട്ടുറപ്പിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കെട്ടുറപ്പാണല്ലോ ഇന്നലകളിൽ വലിയ രീതിയിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. ഈ സഖാവ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടെ നിൽക്കുന്ന മറ്റൊരു സഖാവ് ആരും അറിയാതെ ഇത് ഫോണിൽ വീഡിയോ പിടിക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുകയാണ്. നോക്കൂ, നിങ്ങളുടെ പാർട്ടിയുടെ കെട്ടുറപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ച് നടക്കുന്ന ആളുകൾ അവരിപ്പോൾ നിങ്ങളുടെ ജാഥയിലും ഒരുപക്ഷെ നടക്കുന്നുണ്ടാകാം, നിങ്ങളുടെ പ്രകടനങ്ങളിലും ഒരുപക്ഷെ നടക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ചുവരെഴുതാനും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനും ഒരുപക്ഷെ ഇറങ്ങുന്നുണ്ടാകാം. പക്ഷെ പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിൽ അവന്റെ വിരലിൽ മഷി പുരട്ടിയാൽ അത് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിനല്ല വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് പ്രകടമായി ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ പല കോട്ടകളിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു. നോക്കൂ, ഷുഹൈബിന്റെ മണ്ണായ മട്ടന്നൂരിൽ, ആ മട്ടന്നൂർ എന്ന് പറയുന്ന മണ്ണിൽ എത്രയോ പ്രയാസപ്പെട്ടാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകർ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എടയന്നൂരിലെ ഹൈസ്കൂളിലെ ഒരു മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കത്തിലല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തനെ കൊലപ്പെടുത്തിയത്. SFIയും KSUവുമായി തുടങ്ങിയ ഒരു തർക്കം, വിദ്യാർത്ഥികൾ തമ്മിൽ തുടങ്ങിയ ഒരു തർക്കം, ആ തർക്കത്തിൽ എത്ര ഹീനമായിട്ടാണ് നിങ്ങൾ പ്രതികരിച്ചത്. ഈ മണ്ണിൽ, ആ മണ്ണിൽ KSU ഇല്ലാതാകും, യൂത്ത് കോൺഗ്രസ് ഇല്ലാതാകും, കോൺഗ്രസ് ഇല്ലാതാകും എന്ന് കണക്കാക്കിയാണ് നിങ്ങൾ ഷുഹൈബിനെ കൊലപ്പെടുത്തിയതെങ്കിൽ ഈ കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്ന് റിസൾട്ട് പുറത്തു വരുമ്പോ മട്ടന്നൂരിന്റെ മണ്ണിലെ കോളേജുകളിൽ KSUവിന്റെ ഇന്ദ്രനീല പൊൻപതാക പാറിപ്പറക്കുന്ന കാഴ്ച നമുക്കൊക്കെ കാണാൻ സാധിച്ചില്ലേ? ഷുഹൈബ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഇല്ലാതാകുന്നില്ല, ഷുഹൈബ് ഉയർത്തിയ ആശയങ്ങൾ ഇല്ലാതാകുന്നില്ല, ഷുഹൈബ് ഉയർത്തിയ പോരാട്ട വീര്യം അതില്ലാതാകുന്നില്ല എന്ന് ഇവിടെ 7 തലമുറകൾക്കപ്പുറമുള്ള 7 വർഷങ്ങൾക്കപ്പുറമുള്ള ചെറുപ്പക്കാർ തെളിയിച്ചില്ലേ? നോക്കൂ, യൂത്ത് കോൺഗ്രസിന് മട്ടന്നൂരിന്റെ മണ്ണിൽ ധീരമായ നേതൃത്വം കൊടുത്ത ഷുഹൈബിനെ ഇല്ലാതാക്കിയാൽ യൂത്ത് കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം ഇല്ലാതാകും എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കിയതെങ്കിൽ ഇന്ന് ആ ഇടതുപക്ഷ കോട്ടകളിൽ നിങ്ങളുടെ പാർട്ടിക്ക് അല്ലാതെ മറ്റൊരാൾക്കും മത്സരിക്കാൻ പോലും സാധിക്കാതിരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മട്ടന്നൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട ജിതിൻ കൊളപ്പ ഉൾപ്പെടെ 280 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടകൾ പൊളിച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഷുഹൈബും ശരത്ലാലും കൃപേഷും അടക്കം വരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പതാക ഏന്തി ഇന്നലകളിൽ തെരുവുകളിൽ മുദ്രാവാക്യം വിളിച്ചവർ, ഈ ത്രിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് ഈ മണ്ണിൽ നമുക്ക് വേണ്ടി പോരാട്ടങ്ങൾ നയിച്ചവർ, ആ പോരാട്ടങ്ങൾ വൃഥാവിലാകുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ചെറുപ്പക്കാരാണവർ. ആ ചെറുപ്പക്കാരുടെ ജീവനും ജീവിതവും പണയപ്പെടുത്തിക്കൊണ്ടാണ്, ജീവിതത്തിന്റെ സ്വപ്നങ്ങളും നിറങ്ങളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടി അവർ നിലകൊണ്ടതെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ രക്തസാക്ഷിത്വങ്ങൾ ഇല്ലാതാകുന്നില്ല എന്ന് ഈ നാട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ വേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. ഒരു പകരക്കാരന്റെ വേഷത്തിലാണ് ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ നിൽക്കുന്നത്. പ്രിയങ്കരനായ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പ്രിയങ്കരനായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ MP ആണ് ഇന്ന് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ശക്തമായ പോരാട്ടത്തിനാണ് ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽ ഉൾപ്പെടെയുള്ള ഫയലുകളുമായി ബന്ധപ്പെട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനം പണയം വെച്ച് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങളെ മുഴുവൻ തീരെഴുതി കൊടുത്തതുമായി ബന്ധപ്പെട്ട വലിയ പോരാട്ടം ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ന് പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ന് പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ മുഴുവൻ MP മാരും സന്നിഹിതരായിരിക്കണമെന്നുള്ള ഹൈക്കമാൻഡിന്റെ കർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന്
ഇന്ന് രാവിലെ അദ്ദേഹത്തിന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നത്. അതല്ലായിരുന്നുവെങ്കിൽ പ്രിയങ്കരനായ ഷുഹൈബിന്റെ ഈ അനുസ്മരണ പരിപാടിയിൽ പ്രിയപ്പെട്ട ശ്രീ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്നിവിടെ കടന്നു വരുമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് ഈ രാജ്യത്താകമാനം രാഹുൽ ഗാന്ധി നടത്തുന്ന വർഗീയതക്കെതിരെ, വിദ്വേഷത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി കൂടി കടന്നു പോകേണ്ടി വന്നതുകൊണ്ടാണ്. ഷുഹൈബ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം തന്നെയാണ് അവരെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഹൈബ് ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ഈ നാട്ടിലെ മണ്ണിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരുന്ന കാലമത്രയും സ്വാതന്ത്ര്യ പ്രവർത്തകനായി സഹായങ്ങൾ ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു ചെറുപ്പക്കാരനാണ് ഷുഹൈബ് എന്ന് പറയുന്നത്. ആ ഷുഹൈബിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതുപോലെ ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് റാലി നടത്താൻ വേണ്ടി മുന്നോട്ട് കടന്നു വന്ന പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജിൽ മോഹനെയും സഹപ്രവർത്തകരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.